ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് തടസ്സമായിട്ട് നിൽക്കുന്നതെന്നാണ് നിങ്ങളുടെ വ്യക്തി വിചാരിക്കുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ആഗ്രഹം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസായി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ട് കളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് വരാം. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് നിലവിൽ തടസ്സമായിട്ട് നിൽക്കുന്നതായി നിങ്ങളുടെ വ്യക്തി കരുതുന്നതെന്ന് നോക്കാം. ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ വിചാരിക്കുക. വളരെ പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് അധികം കാർഡ്സ് എടുക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഒരു 5 കാർഡ്സ് എടുത്തിട്ടുണ്ട്. ഇത്രയും മതി. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വ്യക്തിയുടെ അഭിപ്രായത്തിൽ നിങ്ങളുടെ ഭാഗത്താണെന്നുണ്ടെങ്കിൽ മിസ്റ്റേക്ക് ഉണ്ട്, ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്തും മിസ്റ്റേക്ക് ഉള്ളതായിട്ട് അവർ കാണുന്നുണ്ട്. അത് നിങ്ങൾക്കിടയിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന രണ്ടുപേരുടെ ഭാഗത്തു നിന്നുള്ള ഒരു മിസ്റ്റേക്ക് ഉള്ളതായിട്ട് തന്നെ അവർ കാണുന്നുണ്ട്. പോരാത്തതിന് ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങൾക്കിടയിലൂടെ സഞ്ചരിക്കുന്നതായിട്ടും ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോകാതിരിക്കാൻ, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഒരിക്കലും പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന ആരോ ഇതിനകത്തുണ്ട്. അവർ സ്ട്രോങ് ആയിട്ട് ഇതിനകത്ത് നിലകൊള്ളുന്നത് ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് തന്നെ ഈ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട്. അതിവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്ന ഒരു ഫെമിനിൻ എനർജിയാണ്. ഫെമിനിൻ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ജെൻഡർ വൈസ് പറയാനായിട്ട് കഴിയുന്നില്ലെങ്കിലും ആ ഒരു സ്ട്രോങ് ഫെമിനിൻ എനർജിയാണ് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അത് തന്നെ ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. രണ്ട് വ്യക്തികൾ തമ്മിൽ നല്ല രീതിയിൽ പോകാൻ പാടില്ല, അല്ലെങ്കിൽ അവരുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ, അല്ലാന്നുണ്ടെങ്കിൽ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് പ്രശ്നങ്ങളില്ലെങ്കിൽ പോലും എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും. കാരണം ഒന്നാമത്തെ കാര്യം, അങ്ങനെയുള്ള വ്യക്തികൾ കൂടുതലും മാനിഫെസ്റ്റ് ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെയുള്ള രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ അതിവിടുത്തെ ഒരു സ്ട്രോങ് ഒബ്ജക്ഷനായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കിടയിലുള്ളൊരു സ്ട്രഗിൾ തടസ്സമായിട്ട് നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ നിങ്ങൾ വളരെയധികം ഇമോഷണലി നീഡി ആയിട്ടുള്ള ഒരു പേഴ്സണായിട്ട് ഇവർ കാണുന്നുണ്ട്. അപ്പോൾ ദാറ്റ് മീൻസ് നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു പേഴ്സണിൽ നിന്ന് ഒരുപാട് ആ ഒരു ഇമോഷൻ, സ്നേഹം, താല്പര്യമൊക്കെ എപ്പോഴും പ്രകടിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഇങ്ങനെയുള്ളൊരു കാര്യങ്ങളായിരിക്കും. അതായത് അവരുടെ ഒരു സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കാതെ പോകുന്നു. നിങ്ങൾക്ക് സ്നേഹവും താല്പര്യമൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ അത് അവരിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അവരുടെ സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കാതെയാണ് നിങ്ങളിതെല്ലാം ആഗ്രഹിക്കുന്നതെന്നുള്ളൊരു ചിന്താഗതി ഒരു വ്യക്തിക്കുണ്ട്. അതും ഇതിനകത്തൊരു തടസ്സമായിട്ട് നിൽക്കുന്നുണ്ട്. സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നിങ്ങൾ ഉയരുന്നില്ല എന്നുള്ളൊരു രീതിയിലായിരിക്കും അത് ഒരുപക്ഷെ അവർ ചിന്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലാക്ക് ഓഫ് കമ്മിറ്റ്മെൻറ്റ്, അപ്പോൾ ലാക്ക് ഓഫ് കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് തീർച്ചയായിട്ടും കമ്മിറ്റ്മെൻറ്റ് ഇഷ്യൂസ് ഉണ്ടെന്നുള്ളത് ഇവർക്കറിയാം. ഒരു പക്ഷേ പാസ്റ്റിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ കമ്മിറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ തന്നിട്ടുള്ളൊരു വ്യക്തിയായിരിക്കും. അതിപ്പോൾ അവർക്ക് പിൻവലിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ ആ പറഞ്ഞ രീതിയിൽ ഇപ്പോൾ മുന്നോട്ട് പോകാൻ കഴിയാത്തതും ഈ പറഞ്ഞ തേർഡ് പാർട്ടി സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ്. കാരണം ഇവർക്ക് തീർച്ചയായിട്ടും ഒരു മെൻ്റൽ ആങ്സൈറ്റി, ഫിയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു പേഴ്സണെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അവർക്ക് ഈ ഒരു തേർഡ് പാർട്ടി എനർജിയോടൊരു ഫിയർ ഉണ്ടാകുന്ന ഒരു വ്യക്തിയും കൂടി ആയിരിക്കണം. അപ്പോൾ അവരുടെ ആ ഒരു സിറ്റുവേഷൻ ഉള്ളത് കൊണ്ടാണ് അവർക്ക് ആ ഒരു കമ്മിറ്റ്മെൻറ്റ് കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് കഴിയാത്തത്. അല്ലാതെ അവർക്ക് താല്പര്യമില്ലാഞ്ഞിട്ടല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നാണ് നമുക്കിവിടെ ഓവറോളായിട്ട് ഈ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഇതിനകത്ത് ട്രസ്റ്റ് ഇഷ്യൂസ് ഉള്ളതായിട്ട് കാണാനായിട്ട് കഴിയുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് ചിലപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടിയുടെ പേരിലായിരിക്കാം, അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടുള്ള ട്രസ്റ്റ് ഇഷ്യൂസും ആവാം. അതായത് ചില തേർഡ് പാർട്ടീസ് എന്ന് പറയുമ്പോൾ രണ്ട് വ്യക്തികൾക്കും പരിചയമുള്ള ആരെങ്കിലും ആണ് തേർഡ് പാർട്ടിയായിട്ട് നിൽക്കുന്നതെങ്കിൽ ഇവിടെ നിന്നുള്ള കുറേ കാര്യങ്ങൾ അപ്പുറത്തേക്ക് തെറ്റായ രീതിയിൽ എത്തിക്കുക, നേരെ തിരിച്ചും അങ്ങനെ പരസ്പരം ഒരു വൈരാഗ്യ ബുദ്ധി ഉണ്ടാക്കുന്ന തരത്തിൽ കാര്യങ്ങൾ
മുന്നോട്ട് കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ അതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ചില വ്യക്തികളുണ്ട്. ചിലവരാണെന്നുണ്ടെങ്കിൽ അതിന് സപ്പോർട്ടായിട്ട് വേറെയും ആൾക്കാരെ ആശ്രയിക്കുന്ന വ്യക്തികളുണ്ട്. മനഃപൂർവ്വമായിട്ട് 2 പേർക്കിടയിൽ കലഹങ്ങൾ ഉണ്ടാക്കാനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്ന പോലെ ആ ഒരു വെടിമരുന്നിന് തീയിട്ട് കൊടുക്കുക എന്ന് പറയുന്നത് പോലെയുള്ളൊരവസ്ഥ. അപ്പോൾ ആ ഒരു കാര്യവും ഇവിടെ നിങ്ങൾക്കിടയിൽ തടസ്സമായിട്ട് നിൽക്കുന്നുണ്ട്. ഇവർക്കാണെന്നുണ്ടെങ്കിൽ ആ ഒരു കമ്മിറ്റ്മെൻറ്റ് തരാനും കഴിയുന്നില്ല. അത് അവരുടെ ഭാഗത്തുള്ള മിസ്റ്റേക്കായിട്ട് അവരും അത് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വ്യക്തിയുടെ ചിന്താഗതിയിൽ നിങ്ങളുടെ ഭാഗത്താണെന്നുണ്ടെങ്കിലും അല്ല ഈ ഒരു വ്യക്തിയുടെ ഭാഗത്താണെന്നുണ്ടെങ്കിലും മിസ്റ്റേക്സും കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട്. 2 പേർക്കും ആ ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ട്, അല്ലെങ്കിൽ ഹോണസ്റ്റ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല. പക്ഷേ അതിന് പ്രധാന കാരണം ഈ ഒരു തേർഡ് പാർട്ടിയാണ്. അല്ലാതെ അവർക്ക് നിങ്ങളോടൊരു സ്നേഹമോ താല്പര്യം ഇല്ലാഞ്ഞിട്ടല്ല. അത് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളൊരു ചിന്താഗതിയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അല്ലെങ്കിൽ അങ്ങനെയാണ് ഈ ഒരു പേഴ്സൺ ധരിച്ചു വെച്ചിരിക്കുന്നത്. ആരുടെ വ്യക്തിയുടെ എനർജി ആണെന്നുണ്ടെങ്കിലും അവരുടെ ഉള്ളിലുള്ളൊരു ധാരണ ഇതാണ്. അതാണ് നിങ്ങൾക്കിടയിൽ തടസ്സമായിട്ട് നിൽക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു പരസ്പര വിശ്വാസക്കുറവാണെന്നുണ്ടെങ്കിലും ഹോണസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ആണെന്നുണ്ടെങ്കിലും ഇനിയിപ്പോൾ ചിലവരുടെ അടുത്ത് അതൊരു എക്സാമ്പിളായിട്ട് പറയുന്നതാണ്. ചില റിലേഷൻഷിപ്പിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് 2 പേരും തമ്മിലൊന്ന് സംസാരിച്ച് തുടങ്ങാം എന്ന് വിചാരിക്കുമ്പോൾ തന്നെ അവർ തമ്മിൽ ഫൈറ്റ് തുടങ്ങും. അതായത് പരസ്പരം പറഞ്ഞ് ജയിക്കാനുള്ള ഒരു പ്രവണതയും കാര്യങ്ങളും, അല്ലെങ്കിൽ എൻ്റെ ഭാഗത്താണ് ശരി, ഞാനാണ് വിക്ടിം എന്നൊക്കെ സ്ഥാപിക്കാനുള്ള ഒരു വ്യഗ്രത ഉണ്ടാവും. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി കുറച്ചൊരു കടുംപിടുത്തമുള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് ഫൈറ്റ് പോവും. ഒന്നും കൂടി കാര്യങ്ങൾ തകിടം മറിയുന്ന ഒരവസ്ഥയിലേക്ക് പോകാറുണ്ട്. അപ്പോൾ മേ ബി അതുപോലെയുള്ളൊരു കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷനാണ്. ഇവിടെ പരസ്പരം നിങ്ങൾക്ക് 2 പേർക്കും തമ്മിൽ തന്നെ ഒരുപാട് പൊരുത്തക്കേടുകളുണ്ട്, അല്ലെങ്കിൽ വിശ്വാസക്കുറവും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് ഈ ഒരു തേർഡ് പാർട്ടി തന്നെയാണ്. അതാണ് ഇതിനകത്ത് കൂടുതലും കലഹങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ചിലവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിലൊക്കെ ചിലപ്പോൾ പാരൻസ് അല്ലെങ്കിൽ അമ്മയോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ തടസ്സമായിട്ട് നിൽക്കാറുണ്ട്. അല്ലെങ്കിൽ ആ 2 വ്യക്തികളെ തമ്മിൽ മാക്സിമം സെപ്പറേറ്റ് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഒരുക്കി വെക്കുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോൾ അവിടെ കൂടുതലായിട്ടും വേണ്ടത് ആ ഒരു പങ്കാളികൾ ആരാണോ അവർ തമ്മിലുള്ള ഒരു ഐക്യമാണ്. അല്ലാന്നുണ്ടെങ്കിൽ പുറമെ നിൽക്കുന്ന ആൾക്കാരെക്കാൾ ഉപരിയായിട്ട് അവർ തമ്മിൽ ഉള്ള ഒരു മാനസിക പൊരുത്തം ഉണ്ടെങ്കിലാണ് അങ്ങനെയുള്ള റിലേഷൻഷിപ്പൊക്കെ മുന്നോട്ട് പോകാനായിട്ട് കഴിയുക. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു തരത്തിലാണ് കാണാൻ കഴിയുന്നത്. പിന്നെ നമുക്ക് നോക്കാം ഈ ഒരു പേഴ്സൺ റിലേഷൻഷിപ്പ് എങ്ങനെ കൊണ്ടുപോകാനാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. ഇപ്പോൾ സിറ്റുവേഷൻ എങ്ങനെയാണ്, തടസ്സം എങ്ങനെയാണെന്നൊക്കെയാണ് അവർ ചിന്തിക്കുന്നത്. ഇതിനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ അവരെന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമുക്കൊന്നറിയാം. Five of Pentacles, Page of Swords, King of Cups, Magician, Nine of Wands, King of Wands, Empress, Eight of Pentacles, Hierophant, Six of Wands, Four of Pentacles, Chariot, the Moon, Seven of Pentacles, Seven of Swords, Ace of Swords, and Two of Cups. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു വ്യക്തിയുടെ എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ ഓൺ ആൻഡ് ഓഫ് കമ്മ്യൂണിക്കേഷനൊക്കെ ഉള്ള വ്യക്തികളായിരിക്കണം. ഒരുപാട് നാളുകളായിട്ട് സംസാരിക്കാതിരിക്കുന്ന വ്യക്തികളായിരിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഇടയ്ക്ക് വരുന്നു, സംസാരിക്കുന്നു, അല്ലെങ്കിൽ ഇടയ്ക്ക് ആ ഒരു റിലേഷൻഷിപ്പിൽ ഓണാവുന്നു, വീണ്ടും ഒരു പഴയ അവസ്ഥയിലേക്ക് പോകുന്ന ഒരു സ്ഥിതിയായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷനൊക്കെ നടന്നു കഴിഞ്ഞാലും പരസ്പരം മനസ്സ് തുറക്കാൻ പറ്റുന്നില്ല. ചിലപ്പോൾ കോൺഫ്ലിക്റ്റിലേക്ക് പോകുന്നുണ്ടാവാം, കമ്മിറ്റ്മെൻറ്റ് ഇല്ലാത്തതിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണ് വളരെയധികം ഒറ്റപ്പെടൽ അനുഭവപ്പെടുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനകത്താണെന്നുണ്ടെങ്കിലും ഒരു ഒറ്റപ്പെടൽ അനുഭവപ്പെടുക എന്ന് പറയുമ്പോഴത്തേക്കും അത് വിചാരിക്കുന്ന പോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ട് നമുക്കത് തോന്നാം. അല്ലെങ്കിൽ നമ്മളുടെ പാർട്ട്ണർ നമ്മളെ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നില്ല, നമ്മളുടെ ഇൻറ്റൻഷൻ
എന്നുള്ളത് കൊണ്ട് നമുക്കത് ഫീൽ ചെയ്യാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആ ഒരു എനർജി നമുക്കിവിടെ കാണാം. അപ്പോൾ ഇവിടെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പ് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. അത് നമ്മൾ നേരത്തെ ആണെന്നുണ്ടെങ്കിലും കണ്ടൊരു കാര്യമാണ്. അപ്പോൾ ഇവിടെ നമുക്കത് തന്നെ റിപ്പീറ്റായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അവർ ഈ ഒരു റിലേഷൻഷിപ്പ് വിട്ട് കളയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. ഇതിനകത്ത് എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടെന്നുണ്ടെങ്കിലും ഇതിനകത്ത് ഒരു ഫ്യൂച്ചർ ഉണ്ട് എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് ഈ ഒരു പേഴ്സൺ. അവരുടെ മനസ്സിൽ ഈ ഒരു റിലേഷൻഷിപ്പ് തീർച്ചയായിട്ടും ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണാം. നിങ്ങളുടെ ഒരു ഇമോഷണൽ നീഡ് കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളതും ഈ ഒരു പേഴ്സൺ നല്ലതുപോലെ അറിയുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇവർക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഇമോഷൻസ് ഉണ്ട്, പക്ഷേ അവരത് കൺട്രോൾ ചെയ്തിരിക്കുന്ന ഒരവസ്ഥയിലാണ്. അപ്പോൾ ഈ ഒരു സെപ്പറേഷൻ ഫേസിലൊക്കെ നിൽക്കുമ്പോൾ ചിലപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തത് കൊണ്ടും, അല്ലെങ്കിൽ ഇങ്ങനെ വന്ന് അടിയായിട്ട് പോകുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്നോടൊരു സ്നേഹം ഇല്ല മനസ്സിനകത്ത് എന്നുള്ളൊരു ഫീൽ ഉണ്ടായേക്കാം. പക്ഷേ അങ്ങനെയല്ല, ഇവർക്ക് ഇമോഷൻസ് ഉണ്ട്. അവരത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൺട്രോൾ ചെയ്ത് പോകുന്നൊരവസ്ഥയാണ് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്ത് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്, അതിനായിട്ട് ശ്രമിക്കുന്നുണ്ടെന്നാണ് അവർ പറയുന്നത്. അവർ വെറുതെ ഇരിക്കുന്നില്ല, അവർ തീർച്ചയായിട്ടും മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം. ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. അപ്പോൾ ഈ ഒരു ഓൺ ആൻഡ് ഓഫിലൊക്കെ ഇരിക്കുമ്പോൾ ഈ ഒരു പേഴ്സൺ ഇടയ്ക്ക് ചിലപ്പോൾ കമ്മ്യൂണിക്കേഷൻ തരുന്നത് ആ ഒരു രീതിക്കാണെന്നുള്ള ഒരു ചിന്താഗതിയായിരിക്കും അവർക്ക് ഉള്ളത്. അതായത് ഞാനത് പൂർണ്ണമായിട്ടും കട്ട് ഓഫ് ചെയ്യാതെ ഇത്രയും പ്രതിസന്ധി ഉണ്ടായിട്ട് കൊണ്ടുപോകുന്നത് എനിക്ക് ഇവരോടുള്ള താല്പര്യം കൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാനിതിനകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു ഇൻറ്റൻഷനും ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും എന്തെല്ലാം കാര്യങ്ങളിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും അവർ നിങ്ങളുടെ കാര്യം അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യം ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ളതാണ്. അത് അവർ വിട്ട് കളഞ്ഞിട്ടില്ല. അപ്പോൾ ഇടയ്ക്കൊക്കെ സംസാരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്നെ ഓർക്കുന്നില്ല, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങൾക്കൊരു ചിന്തയില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതുണ്ട് എന്ന് പറയാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുക മാത്രമല്ല, അവരെ കൊണ്ട് പറ്റുന്നത് പോലെ ശ്രമിക്കാനും തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇവിടെ നമുക്ക് കാണുന്നത് പോലും ഈ പറഞ്ഞതുപോലെ അവർക്ക് ആ ഒരു പാഷനേറ്റ് എനർജി, അതുപോലെ ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് എല്ലാം നിങ്ങളോടുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരു നല്ല രീതിയിലുള്ളൊരു ഗ്രോത്ത് അല്ലെങ്കിൽ ആ ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാവാനായിട്ട് അവർ തീവ്രമായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. ഇപ്പോൾ കറൻ്റ്ലി ഉള്ള ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ അവസ്ഥ ഒരു ചാഞ്ചാട്ടമാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു അഷുറൻസ് ഇല്ലാതെ പോകുന്നൊരവസ്ഥയൊക്കെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമ്മിറ്റ്മെൻറ്റ് തരാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞാണ് ആ ഒരു ലാക്ക് ഓഫ് കമ്മിറ്റ്മെൻറ്റ് ഇതിനകത്തുണ്ടെന്നുള്ളത്. ഈ ഒരു പേഴ്സൺ അത് ആഗ്രഹിക്കുന്നു എന്നുള്ളത് നമുക്ക് ഇവിടെയാണെന്നുണ്ടെങ്കിൽ കാണാം. മാത്രമല്ല ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ എവിഡൻ്റ് ആയിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ പബ്ലിക്കായിട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അത് ഇതിനകത്ത് വലിയൊരു പ്രശ്നമായിട്ട് ഈ പേഴ്സൺ കാണുന്നുണ്ട്. ആങ്സൈറ്റി, ഫിയർ ഒക്കെ ഉണ്ടെന്നുള്ളത്. പക്ഷേ മാനസികമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ സ്ട്രോങ് ആയിട്ട് കൊണ്ടുപോകണം. അല്ലാന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി ആരുണ്ടായി കഴിഞ്ഞാലും വളരെ എവിഡൻ്റ് ആയിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു ആഗ്രഹം തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഉണ്ട്. നിങ്ങളൊരിക്കലും മിസ് ചെയ്യാനായിട്ട് കഴിയാത്തൊരു പേഴ്സണാണ്, അല്ലെങ്കിൽ കൈവിട്ട് കളയാനായിട്ട് ഈ ഒരു വ്യക്തിക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ കാര്യം ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ കാണുന്ന പോലെ വളരെ ഫാസ്റ്റ് ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരാനായിട്ട് ഈ ഒരു പേഴ്സൺ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവരെ കുഴപ്പത്തിലാക്കുന്നു എന്നുള്ളതാണ്. അതായത് ഇവർ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഇവരുടെ ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ ഇവരെ ഒന്ന് ഭയപ്പെടുത്തി പിന്നിലേക്ക് മാറ്റുന്നതായിട്ട് നമുക്ക് കാണാം. അതൊരു പക്ഷേ കുറച്ചൊക്കെ ആ ഒരു പേഴ്സൻ്റെ മെൻ്റൽ സ്റ്റക്നെസ് ആയിരിക്കാം. ഇപ്പോൾ ചിലവർ ചില കാര്യങ്ങളൊക്കെ ചിന്തിച്ച് കൂട്ടി ഇങ്ങനെയൊക്കെ സംഭവിച്ചാലോ എന്നുള്ളൊരു പേടിയും കാര്യങ്ങളൊക്കെ കൊണ്ട് എന്തെങ്കിലും ആക്ഷൻ എടുക്കുന്ന സമയം വരുമ്പോൾ മടി വന്ന് മാറിയിരിക്കുന്ന ആൾക്കാരുണ്ട്. അതായത് അത് കുറേയൊക്കെ അവരുടെ മനസ്സിൻ്റെ അകത്തുള്ള ഒരു കാൽക്കുലേഷൻ കൊണ്ടും ആ ഒരു പേടി കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ എന്താണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തരാനാണെന്നുണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനാണെന്നുണ്ടെങ്കിലൊക്കെ ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇതിനകത്ത് നല്ല രീതിയിൽ വർക്ക് ചെയ്യാനായിട്ടും ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ ഒരിക്കലും നഷ്ടപ്പെടുത്താനുള്ള ചിന്താഗതിയുമില്ല. നിങ്ങളിപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മാറിപ്പോവുകയാണ്, അല്ലെങ്കിൽ ഇപ്പം മറ്റൊരു വ്യക്തിയോടൊപ്പം നിങ്ങൾ പോവുകയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇവർക്ക് ഒരുപാട് അത് താങ്ങാനാവാത്ത ദുഃഖം തന്നെയായിരിക്കും തീർച്ചയായിട്ടും. നമ്മളിവിടെ കാണുന്ന പോലെ തന്നെ ആ ഒരു പേഴ്സണെ നിങ്ങളില്ലാത്തൊരവസ്ഥ, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനൊക്കെ ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ട്. ഓൺ ആൻഡ് ഓഫിൽ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലർക്കെങ്കിലും തിരിച്ചറിയാൻ പറ്റും. ഈ ഒരു പേഴ്സൺ കമ്മ്യൂണിക്കേഷനായിട്ട് വരുന്നൊരു സമയത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഓൺ ആവുന്ന സമയത്ത് ഇവർ ചിലപ്പോൾ വലിയൊരു വാക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരുന്നുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല, റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ തന്നെ പോകും എന്നൊക്കെയുള്ള ഒരു അഷുറൻസ് ഒക്കെ തന്നിട്ട് പോകുന്ന ഒരു വ്യക്തിയായിരിക്കാം. കുറച്ച് കഴിയുമ്പോഴത്തേക്കും വീണ്ടും പഴയതുപോലെയാവും. അപ്പോൾ ഇങ്ങനെ സംഭവിക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഈ വ്യക്തി തിരിച്ചു വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇവരെ വിശ്വസിക്കാനുള്ള ബുദ്ധിമുട്ട്, നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ ട്രസ്റ്റ് ഇഷ്യൂസ് കാര്യങ്ങൾ വരും. അപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ സൈഡിൽ നിന്ന് അവരുടെ ഒരു
രീതിയിൽ ചിന്തിക്കുമ്പോൾ അവർക്ക് തോന്നുന്നത് എനിക്കിതിനകത്ത് താല്പര്യം ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷേ ഇന്ന പ്രശ്നമുള്ളത് കൊണ്ടല്ലേ, അതെന്തുകൊണ്ട് ഇവർ മനസ്സിലാക്കുന്നില്ല എന്നായിരിക്കും അവർക്ക് തോന്നുന്നത്. അങ്ങനെ ഇവിടെ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ നിങ്ങൾ തമ്മിൽ പല കാര്യങ്ങൾക്കും ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലായ്മ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് നല്ലതുപോലെ ഉണ്ടാവാം. അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളുടെ ഒരു എനർജി ആണെന്ന് തന്നെ പറയാം. അപ്പോൾ നമ്മൾ ഇവിടെയുള്ള എനർജീസിലൊക്കെ കണ്ടതുപോലെ ഈ ഒരു റിലേഷൻഷിപ്പ് മറ്റൊരു ലെവലിലേക്ക് കൊണ്ടുപോകാനായിട്ട്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്നൊരു പുരോഗമനം ഉണ്ടാകാനായിട്ടൊക്കെ ഇവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ ചില കാര്യങ്ങൾ കൊണ്ട് അവർ പിന്നിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ആ ഒരു ധൈര്യക്കുറവ് ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ ഉണ്ടാകുന്നത് അതുകൊണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ എത്തുമ്പോഴത്തേക്കും നമുക്ക് നോക്കുമ്പോൾ ഒരു സ്ലോ പേസ് എനർജിയിലേക്ക് കാണുന്നത്. അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകണം, പക്ഷേ അതിൻ്റെ ഫ്യൂച്ചറിലാണ് ഇതിനകത്ത് നല്ല രീതിയിലെ മാറ്റങ്ങൾ ഉണ്ടാവുക എന്നുള്ളൊരു ചിന്താഗതി. ഇവിടെയൊക്കെ നമ്മൾ നോക്കുമ്പോൾ വളരെ ഒരു സ്ട്രോങ് ആക്ഷൻ ഓറിയൻറ്റഡ് എനർജീസ് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കും ഈ ഒരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വേണം. പക്ഷേ അത് കാലക്രമേണ, അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചറിൽ ഉണ്ടാവുന്നതായിട്ട് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് കൊണ്ടായിരിക്കും. കാരണം ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവരുടെ ഒരു ആ ഒരു ഹൈഡിങ് നേച്ചർ, അല്ലെങ്കിൽ ഒരു ഫിയറിങ് എനർജിയൊക്കെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ സ്ട്രോങ് ആയിട്ട് തേർഡ് പാർട്ടി ഉണ്ടെങ്കിലും ആരുണ്ടെങ്കിലും പബ്ലിക്കായിട്ട് പോകണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടെന്നുള്ളത്. പക്ഷേ അത് ആഗ്രഹമായിട്ട് നിലനിൽക്കുന്നു. ഇവിടെ എത്തുമ്പോഴത്തേക്കും ഇവിടെ ആ ഒരു ഫിയറിങ് നമുക്ക് നല്ലതുപോലെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഓൺലൈൻ ഓഫ് കമ്മ്യൂണിക്കേഷനിലൊക്കെ വരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ വളരെ രഹസ്യമായിട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങളോട് കോൺടാക്ട് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതും. ഒരുപക്ഷെ ഈ ഒരു തേർഡ് പാർട്ടിയെ ഹൈഡ് ചെയ്ത് വരുന്ന ഒരു എനർജി ആയിരിക്കാം, ആരെ അറിയിക്കാതെ, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഓൺ ആവുന്നു എന്ന് ആരോടും പറയാതെ വരുന്ന ഒരു എനർജി ആയിരിക്കാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു കമ്മ്യൂണിക്കേഷൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് കിട്ടും. ഇവിടെ ഓൺ ആൻഡ് ഓഫിലൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കമ്മ്യൂണിക്കേഷനുള്ള സമയമായിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇവർക്ക് വീണ്ടും നിങ്ങളോടുള്ള ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അതുകൊണ്ട് അവർക്ക് ഒരിക്കലും നിങ്ങളെ വിട്ട് കളയാൻ പറ്റാത്തൊരു പേഴ്സണാണ്. അപ്പോൾ ഇവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളെ വേണ്ട, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഞാൻ എൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഇവർ പോവില്ല. കാരണം ഇവരുടെ ഒരു എനർജി പ്രകാരം നിങ്ങളെ കംപ്ലീറ്റ്ലി അങ്ങനെ പറത്ത് വിടാനായിട്ട് ഇഷ്ടമില്ല ഈ ഒരു പേഴ്സൺ. അവർക്ക് എപ്പോഴും നിങ്ങളെ ആവശ്യമുണ്ട്. പക്ഷേ എന്നാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അവർക്ക് തരാൻ കഴിയുമെന്ന് വെച്ചാൽ അതും സംഭവിക്കുന്നില്ല. അവിടെ നമുക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ലാക്ക് ഓഫ് കമ്മിറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇവിടെയുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഹോണസ്റ്റ് കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. പല കാര്യങ്ങളും തുറന്ന് പറയാനായിട്ടൊക്കെ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടെന്ന് നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ അതെല്ലാം പറഞ്ഞ് പരിഹരിക്കാനായിരിക്കാം. അങ്ങനെ പരിഹരിച്ച് മുന്നോട്ട് പോകാനാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഒരു പക്ഷേ അവരുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കി നിങ്ങളും ഈ ഒരു കാര്യത്തോട് സഹകരിക്കണം എന്നുള്ള ഒരു ഇൻറ്റൻഷൻ ആയിരിക്കാം ഈ വ്യക്തിക്കുള്ളത്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഒരു ഹോണസ്റ്റ് കമ്മ്യൂണിക്കേഷനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പ് മറ്റൊരു ലെവലിലേക്ക് കൊണ്ടുപോകാനുള്ള ആഗ്രഹം നമുക്ക് കാണാം. പക്ഷേ ഇവിടെ ആ ഒരു ഫിയറിങ് എലമെൻറ്റ് വളരെ കാര്യമായിട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പ്രോപ്പർ കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് തരാൻ കഴിയാത്ത ഒരു എനർജി വന്നിരിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇവിടെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ ആക്ഷൻ്റെ കാര്യം വരുമ്പോഴത്തേക്കും ഈ പറഞ്ഞതുപോലെ അത് വളരെ വൈബ്രൻ്റ് ആയിട്ട് എടുക്കാനായിട്ട് ഈ പേഴ്സണ് കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇടയ്ക്ക് വെച്ച് നമ്മളുടെ ക്യാമറ ഒന്ന് ഓഫായി പോയിരുന്നു. അതുകൊണ്ട് പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇനി പറയുമ്പോഴത്തേക്ക് അത് റിപ്പീറ്റ് ആവുമോ എന്നുള്ളത് അറിയില്ല. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു തരത്തിലാണ് കാണാനായിട്ട് കഴിയുന്നത്. അതായത് ഈ ഒരു പേഴ്സൻ്റെ മനസ്സിൽ ചില ആഗ്രഹങ്ങളുണ്ട്. അതിനൊത്ത് ഉയർന്നവർക്ക് പ്രവർത്തിക്കാനായിട്ട് കഴിയാത്തൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങളിലേക്ക് വരാനായിട്ട് പോകുന്നുണ്ടെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് അത് ഉയർത്തിയെടുക്കാനായിട്ട് കുറച്ചൊരു ടൈം വേണം എന്ന് ചിന്തിക്കുന്ന ഒരു പേഴ്സണാണ്. അതായത് ഇവിടെ നിങ്ങൾക്ക് ലാക്ക് ഓഫ് കമ്മിറ്റ്മെൻറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് ഇത് കൊണ്ടുപോകാൻ ചിലപ്പോൾ ചിലവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണിൽ നിന്ന് എപ്പോഴും കോൺടാക്റ്റ്, അല്ലെങ്കിൽ ഇത് റെഗുലറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാവാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഈ ഒരു പേഴ്സണെ കൊണ്ട് കഴിയാത്തത്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും പല കാര്യങ്ങളും നിങ്ങളോട് തുറന്ന് പറയാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു ഫിയറിങ് എനർജി ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഇവിടെ ആദ്യത്തെ എനർജി ആ ഒരു സ്പ്രെഡിനകത്തൊക്കെ ഈ ഒരു പേഴ്സൺ റിലേഷൻഷിപ്പ് വളരെ വൈബ്രൻ്റ് ആയിട്ട് കൊണ്ടുപോകണം, അല്ലാന്നുണ്ടെങ്കിൽ വളരെ ഒരു വിക്ടറി എന്നുള്ള രീതിയിൽ ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് ധൈര്യപൂർവ്വം മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിലും ലാസ്റ്റ് പാർട്ടി വരുമ്പോഴത്തേക്കും ഒരു ഹൈഡിങ്ങിൽ വന്ന് നിൽക്കുന്നു. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ എത്തുമ്പോഴത്തേക്കും ഈ ഒരു പേഴ്സൻ്റെ ആദ്യം കണ്ട ധൈര്യമൊക്കെ കാണാതെ ആയി പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതും അതുകൊണ്ട് തന്നെയായിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങളുമായിട്ട് കണക്റ്റിംഗ് ആയിട്ടുള്ള നമ്പേഴ്സ് നമ്പർ 1, നമ്പർ 2, നമ്പർ 3, നമ്പർ 5, നമ്പർ 7 ആൻഡ് നമ്പർ 18. ഇനി അതുപോലെ ഇവിടെ പ്രൊമനൻ്റ് ആയിട്ടുള്ള സോഡിയക് സൈൻസ് ക്യാൻസർ, പൈസസ്, ടോറസ്, വിർഗോ ആൻഡ് ജെമിനൈ. ഇതിനകത്ത് ക്യാൻസർ ആൻഡ് ടോറസ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള എനർജീസാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളുമായിട്ട് കണക്റ്റ് ആവുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്.
അതുപോലെ തന്നെ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിരിക്കാം നിങ്ങളിവിടെ കാത്തിരിക്കുന്നത്. കാരണം ഈ ഒരു ഓൺ ആൻഡ് ഓഫിലൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഈ ഒരു പുട്ടിന് പീര പോലെ ഈ ഒരു പേഴ്സൺ വന്നിട്ട് പോകുന്നുണ്ട്. പക്ഷേ വേറൊന്നും നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത് ലോങ് ലാസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ അതിനൊരു കണ്ടിന്യൂറ്റി ഇല്ലാത്തൊരവസ്ഥയൊക്കെ ആയിരിക്കും. അപ്പോൾ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് തന്നെ നിങ്ങൾ ക്ലെയിം ചെയ്യുക. മാത്രമല്ല ഇവിടെ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് ഇതിനകത്ത് മെയിൻ പ്രശ്നം. അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ അവിടെയാണ് ഒരു ഫിയർ എലമെന്റ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും ആ ഒരു തേർഡ് പാർട്ടി റിമൂവലിനായിട്ട് ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.